പേരെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 98-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം, ഞാൻ യഹോവയ്ക്ക് ഒരു പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. നമുക്ക് അത്ഭുതങ്ങളെ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നാം യഹോവയ്ക്ക് പാട്ട് പാടണമെന്ന് പറയുന്നത്. അനേക അത്ഭുതങ്ങളെ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു. കാനാവിലെ കല്യാണം, അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് അവൻ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളും ഓർക്കുമ്പോൾ നാം അവന് യഹോവയ്ക്ക് പുതിയ പുതിയ പാട്ടുകൾ പാടേണ്ടത് ആവശ്യമാണ്. പാടി അവനെ സ്തുതിക്കണം. അവൻ നമുക്ക് വേണ്ടി അനേക അത്ഭുത പ്രവർത്തികളെ ചെയ്തെടുക്കുവാൻ ശക്തനാണ്. നമ്മെ അവൻ ജീവപര്യന്തം നടത്തുവാൻ ശക്തനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്ക് പർവ്വത സമാനമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും, പലവിധമാകുന്ന പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും, നമ്മെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ ഓർത്തുകൊണ്ട് അവന് പുതിയ പുതിയ പാട്ടുകൾ പാടിക്കൊണ്ട് നമുക്കായിരിക്കാം. ജീവിതത്തിൻ്റെ പല പ്രതികൂലങ്ങളിലെ പ്രതിസന്ധികളിലെ അവൻ നമുക്ക് താങ്ങും തണലുമായി കൂടെ ഇരുന്നു. അനേക അത്ഭുതങ്ങളെ നമുക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. നാം ഒന്നൊന്നായി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇത്രത്തോളം നിലനിർത്തിയ ആ വൻകൃപ തന്നെ. ഓരോ ദിവസവും നമ്മൾക്ക് എഴുന്നേൽക്കാൻ വേണ്ടുന്ന ആയുസ്സും ആരോഗ്യവും വലിയ ശക്തിയൊക്കെ നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവൻ്റെ കരുണയാണ്, അവൻ്റെ ദയയാണ്, അവൻ്റെ വിശ്വസ്തതയാണ്. നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മുടെ ആരുടെയും പുകഴ്ചയല്ല. നമുക്കൊന്നും പുകഴ്ച പറയുവാനില്ല അവൻ്റെ സന്നിധിയിൽ. എന്നാൽ നമ്മെ ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങൾക്ക് അവന് നന്ദി അർപ്പിക്കാം. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. അത്ഭുത മന്ത്രിയും വീരനാം ദൈവം, നിത്യപിതാവും സമാധാന പ്രഭുവാണ്. അവനെ നമുക്ക് താഴ്ത്തിക്കൊടുക്കാം അവൻ്റെ പാദവിടെ. എങ്കിൽ നമ്മെ സർവശക്തൻ നടത്തുവാൻ ശക്തനായ കൂടെ ഇരുന്ന് വീഴ്ചകളിലും താഴ്ചകളിലും ഒക്കെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഒന്നുമില്ലാത്ത നമ്മെ ഇത്രത്തോളം സ്നേഹിച്ച ആ കരുതലും വിടുതലും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ല ദൈവമക്കളെ. ഇങ്ങനൊരു മെസ്സേജ് പറയുവാനൊക്കെ സ്വർഗത്തിലെ ദൈവമാണ് ഇത് ഇടയാക്കിയത്. അതിന് വേണ്ടുന്ന ആയുസ്സും ആരോഗ്യവും വലിയ ശക്തിയും ഒക്കെ തന്ന് അവൻ ഇത്രത്തോളം നടത്തി. ആ വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പലപ്പോഴും നമുക്ക് നിൽപ്പാൻ പോലും ഒക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമ്മെ നിർത്തി അവൻ്റെ കരങ്ങളിൽ വഹിച്ചു, താഴ്ത്തി, വിടുവിച്ചു. ആ ദയയ്ക്കും കരുണയ്ക്കുമായി നമുക്ക് നന്ദി പറയാം. എല്ലാവർക്കും ഈ വായിച്ച തിരുവചനം അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. ഞങ്ങളുടെ മുഖത്തുള്ള വീണ്ടും ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് എടുത്തു വരുന്ന അമ്മേ, ഹല്ലേലൂയ. സകല നന്മകളാൽ അനുഗ്രഹം നിറക്കട്ടെ. വായിച്ച വചന അടികളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ പറഞ്ഞുകൊണ്ടും ആമേ സ്തോത്ര. സകലവിധ നന്മകളാൽ അനുഗ്രഹം നിറക്കട്ടെ. പ്രാർത്ഥനകട്ടെ. സ്തോത്ര. സകല യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്ന കൃപകൾക്ക് മാറണമേ. ആമേ സ്തോത്രം.